കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഏട്ടന്റെ അനിയത്തി വന്നു ഏട്ടാ, എന്നോടൊന്ന് സംസാരിക്കേട്ടാ. മോനെ ആദി, തിരിച്ചു വരുമെന്ന് വിചാരിച്ച നിന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരുമെന്ന് വിചാരിച്ചില്ലടി. ചേട്ടാ, അച്ഛ കണ്ണു തുറന്ന് നോക്കച്ച. അന്ന് പാമ്പ് വന്ന് നെറ്റിയിൽ പൊട്ടി വെച്ചപ്പോ ചേട്ടൻ ജീവനോടെ ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിച്ചു. ആ വിശ്വാസം ഇത്ര പെട്ടെന്ന് നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വീടിന്റെ കുലദേവതയായ പാമ്പുകൾ തന്നെ ചേട്ടന്റെ മരണത്തിന് കാരണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതില്ല. നിങ്ങളുടെ കുലദൈവങ്ങളായ നാഗദൈവങ്ങൾ നിങ്ങളെ രക്ഷിക്കുന്നതല്ലാതെ ആരെയും കൊല്ലില്ല. കണ്ടറിയില്ലേ, പാമ്പ് തന്നെയാ ചേട്ടനെ കൊത്തിയത്. ഒട്ടുവെച്ച് വണങ്ങിയ നാഗദേവത തന്നെ എന്നോടിത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതില്ല. ദിവസവും നാഗങ്ങൾക്ക് പൂജ ചെയ്ത എനിക്ക് ആ നാഗദേവത ഇങ്ങനൊരു അവസ്ഥ തരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. അമ്മേ, ഇനി അച്ഛൻ ഒരിക്കലും എണ്ണീക്കില്ലേ അമ്മേ? ഞങ്ങളുടെ മോൻ ചോദിക്കുന്നത് കേട്ടില്ലേ? ഇവരോട് ഞാൻ എന്താ പറയാ? അച്ഛ എന്നെ വിട്ടു പോയോ? ചേട്ടാ, എഴുന്നേൽക്കേട്ടാ. അളിയ, എന്ത് കഷ്ടമാണ് അളിയ ഇത്. ഇതെങ്ങനെയാ സംഭവിച്ചത് അളിയ? ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയാണ് ആ ദൈവം എനിക്ക് ശബ്ദം തന്നത്. ഇതിനേക്കാൾ നല്ല ഞാൻ മിണ്ടാതെ ഒരിടത്ത് കിടന്നാൽ മതിയായിരുന്നു. ഇത് ഭയങ്കര കഷ്ടമായി പോയി. ഭയങ്കര സങ്കടവും. ഉണ്ടായിരുന്ന ഒരേ ഒരു പിൻഗാമി ഇതുപോലെ ദൈവം കൊണ്ടുപോയല്ലോ. ഈ കഠിനമായ വേദന നീ എങ്ങനെ താങ്ങുന്നു എന്റെ അളിയ? ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു അവസ്ഥ വരല്ലേ ദൈവമേ. കേട്ടോ അളിയ, അമ്പലത്തിൽ കയറണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണെന്നിരിക്കെ അതും മറികടന്ന് മോൻ ക്ഷേത്രത്തിൽ കയറാണമെന്ന് വിചാരിച്ചത് കൊണ്ടാ മരിച്ചത്. നാട്ടുകാർക്ക് ഇത് തന്നെ പറയുന്ന അളിയ. ഈ നാട്ടുകാരുടെ വായുണ്ടല്ലോ പുഴുത്തു പോകും. നമ്മുടെ നാട്ടിലുള്ള പൂജാരിമാരും വരില്ല. അതുകൊണ്ട് തന്നെ അടുത്ത നാട്ടിലെ പൂജാരി വിളിക്കാൻ പോയതാ ഞാൻ. എത്ര നേരം എന്ന് വെച്ചാൽ ആളെ ഇങ്ങനെ ഇരിക്കാൻ പോകുന്നത്? ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണ്ടേ?
കൃഷ്ണനാഥ പണിക്കരേട്ടാ, മോന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണ്ടേ? നിങ്ങളോട് പറയാൻ മാത്രം ഞാൻ വലിയ ആളൊന്നുമല്ല അളിയ. മനസ്സ് കല്ലാക്കല്ലാതെ വേറെ വഴിയില്ല അളിയ. എന്നെങ്കിലും ഒരു ദിവസം നമ്മളെല്ലാവരും ഇവിടുന്ന് പോകേണ്ടതല്ലേ അളിയ? എണീറ്റ് വാ. വന്നോ? വാ വാ. അത്ഭുതകരമായ കാഴ്ച കാണ്. വാ, വന്ന് കാണ്. വന്ന് കണ്ട് സന്തോഷിക്ക്. അന്ന് പുലി പോലെ നിന്റെ നേരെ പാഞ്ഞു വന്ന ആ ഭവാനി ദേ ഇന്ന് ഒരു മാൻകുട്ടിയെ പോലെ നിന്ന് കരയുന്നത് കണ്ടില്ലേ? ആ നോക്ക്. അവളുടെ സന്തോഷമെല്ലാം അങ്ങനെ കണ്ണീരായിട്ട് മാറുന്നത് കാണുമ്പോ ശരിക്കും മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നു. നമ്മൾ അവളോട് ചെയ്തത് ഒരു സാധാരണ കാര്യമല്ല. അതിന് കരഞ്ഞല്ലേ പറ്റൂ. എത്ര വലിയ ധൈര്യശാലിയായിരുന്നാലും ശരി, ബുദ്ധിശാലിയായിരുന്നാലും ശരി, മരണത്തെ ഉറപ്പായിട്ടും പേടിക്കും. ശരിയല്ലേ? ശരിയാണ്. മരണം ആരെ വേണമെങ്കിലും ഭയപ്പെടുത്താം. പക്ഷേ എന്നെ മാത്രം അതിനൊന്നും ചെയ്യാൻ കഴിയുകയില്ല. മരണം എൻ്റെ അടുത്ത് വരാൻ വളരെ ഭയപ്പെടും. എന്നുവെച്ചാ നിനക്ക് മരണം ഉണ്ടാവില്ലേ? എൻ്റെ അടുത്ത് മരണം വരും. പക്ഷേ ആ മരണത്തെ ജയിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്ത്? നീ മരണത്തെ ജയിക്കുമെന്നോ? അതെ, മരണത്തിന് കീഴ്പ്പെടാതെ അവസാനം വരെ ഞാൻ ചിരജീവിയായി ജീവിക്കും. അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യവും. അത് ആഗ്രഹമല്ല, അതാണ് എൻ്റെ തീരുമാനം. അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അതാരും ലക്ഷ്യമൊന്നും പറയില്ല, അതിന് അത്യാഗ്രഹം എന്നാ പറയാ. മനുഷ്യരിൽ തന്നെ ഇനി എത്ര മഹാനാണെന്ന് പറഞ്ഞാലും ജനിച്ചാൽ ഒരു നാൾ മരിച്ചേ മതിയാകൂ. ഇതൊരുമാതിരി മണ്ടത്തരങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കല്ലേ? ഏയ്, മണ്ടത്തരങ്ങളൊക്കെ സ്വപ്നം കാണുന്നതിനായി ഞാൻ നിന്നെ പോലൊരു സാധാരണ സ്ത്രീയാണെന്ന് വിചാരിച്ചു നീ. കടുത്ത തപസ് ചെയ്ത് നേടിയെടുത്തതാണ് ഞാൻ എൻ്റെ ഈ ശക്തി. കഴിയാത്ത കാര്യങ്ങളെ നേടിയെടുക്കുന്നതിനുള്ള ധൈര്യവും ശക്തിയും എനിക്കുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആരെതിരെ വന്നാലും ശരി, ഉറപ്പായും ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഞാൻ പോകും. അതുപോലെ ഞാൻ മരണത്തെ തോൽപ്പിക്കും. ആരെക്കൊണ്ടും എന്നെ തടയാൻ കഴിയില്ല. ഉറപ്പായും ഞാൻ മരണത്തെ ജയിക്കും. ഉറപ്പായും ഞാൻ ജയിക്കും. ഉറപ്പായും ഞാൻ മരണത്തെ ജയിക്കും. ഞാൻ ജയിക്കും. ഉറപ്പായും ഞാൻ ജയിക്കും. ഞാൻ മരിക്കുന്നത് വരെയും എല്ലാ വർഷവും ഞാൻ ഏട്ടന്റെ കയ്യിൽ രാഖി കെട്ടും. ഉറപ്പായും കിട്ടാം മോളെ. ഒരുപക്ഷെ നിന്നെക്കാളും മുന്നേ ഞാൻ മരിക്കുകയാണെങ്കിലോ? ഏട്ടാ, ചുമ്മാ തമാശ പറഞ്ഞേടി. അഥവാ ഞാൻ മരിച്ചു പോയാലും ദൈവത്തോട് വഴക്കിട്ട് ഞാൻ തിരിച്ചു വരുവടി.
എന്റെ ചക്കര കുട്ടിക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരില്ലേ? വിഷമിക്കാതിരിക്കെ. തലയിലെടുത്ത് ആർക്കും മാറ്റാൻ കഴിയില്ലല്ലോ. അതിനെക്കുറിച്ച് ഒരുപാട് ഓർക്കണ്ട. വിചാരിച്ചതെല്ലാം ഉറപ്പായിട്ട് നടക്കും. ഏട്ടൻ തിരികെ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് പുറ്റില് പാലൊഴിച്ചു ഞാൻ. തുളസി തറയിൽ പൂജ ചെയ്തു. സുമംഗലികൾക്ക് വെറ്റിയും പാക്കും കൊടുത്തു. തുളസി തറയിൽ പൂജ ചെയ്യാൻ പറഞ്ഞപ്പോ ചെയ്തു. സുമംഗലികൾക്ക് നേർച്ച കൊടുക്കാൻ പറഞ്ഞപ്പോ അതും ചെയ്തു. വീട് തോറും ഭിക്ഷ എടുക്കാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. നീയും മുത്തശ്ശിയും ആ കൈനോട്ടക്കാരിയും പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തു. എന്ത് ചെയ്താലും ഏത് ചെയ്താലും എന്റെ തലയിലെഴുത്ത് ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല. മരിച്ചുപോയ ആൾക്കാരും തിരിച്ചു വരില്ല. ഇയാളെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യേ പ്ലീസ്. ഈ ലോകത്ത് ദൈവം എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ടാവോ? ദൈവവിശ്വാസം ഇല്ലാതിരുന്ന ഞാൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചു. മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തത് ദൈവത്തിനാകുമെന്ന് ഞാൻ വിശ്വസിച്ചു. എന്റെ ആഗ്രഹവും വിശ്വാസവും എല്ലാം വെറും തോന്നൽ മാത്രമായിരുന്നെന്ന എന്റെ ചുറ്റിലും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ. പുറ്റിൽ നിന്ന് പാമ്പിറങ്ങി വന്ന് പൊട്ടുവെച്ചിട്ട് പോയത് ഏട്ടത് സുമംഗലിയാണെന്ന് കാണിക്കാൻ. എന്നിട്ടിപ്പോ ആ പാമ്പ് തന്നെ എന്റെ ഏട്ടനെ കൊത്തി കൊന്നിരിക്കുന്നു. ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ കണ്ണുകൊണ്ട് എന്തിനാണോ കണ്ടത് അതിനെ മാത്രം വിശ്വസിക്കൂ. എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് സത്യമാണോ തോന്നലാണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഏട്ടനെ കത്തിയോണ്ട് കുത്തി കൊന്ന വീഡിയോ ആണ് ആരും എനിക്ക് അയച്ചു തന്നത്. പക്ഷെ ഇപ്പോ എന്റെ ഏട്ടൻ പാമ്പ് കൊത്തി മരിച്ചു കിടക്കുന്നതാ ഞാൻ കാണുന്നത്. എന്റെ കണ്ണുകൾ എന്നെ പറ്റിക്കുകയാണോ അതോ ഇതെല്ലാം മായയാണോ? എനിക്കൊന്നും അറിയില്ല.
വിശ്വസിക്കണ്ട. എന്നാ ഞാൻ പറയാൻ പോകുന്ന കാര്യം തവണ വിശ്വസിച്ചു നോക്ക്. നിങ്ങളുടെ വീടിന്റെ കുലദേവതയെ കണ്ടുവരുന്ന ആ സർപ്പത്തെ സംശയിച്ച നിങ്ങളുടെ ചേട്ടനെ സംശയിക്കുന്ന പോലെയാ. കോവില് കാക്കുന്ന നാഗങ്ങള് എന്തിനാണ് അന്യായമായിട്ട് മനുഷ്യനെ കൊല്ലേണ്ട കാര്യമുള്ളത്? ആരെങ്കിലും ആ ക്ഷേത്രത്തിൽ കടന്നു കയറാൻ ശ്രമിച്ചാൽ മാത്രമേ അങ്ങനെ നടക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തിനാകും നിങ്ങളുടെ ചേട്ടൻ ക്ഷേത്രത്തിനുള്ളിൽ രഹസ്യമായിട്ട് കയറിയിട്ടുണ്ടാവുക? നിങ്ങളുടെ ചേട്ടൻ ക്ഷേത്രത്തിനുള്ളിൽ ഇരിക്കുന്ന നിധികുംഭം കട്ടെടുക്കാൻ മാത്രം അത്ര തരം താന്ന ആളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ലെങ്കിൽ എന്തിനായിരിക്കും പിന്നെ ചേട്ടൻ ക്ഷേത്രത്തിനകത്ത് കയറിയിട്ടുണ്ടാവുക? പറയൂ. നിങ്ങളുടെ ചേട്ടൻ പാമ്പ് കടിച്ചാണ് മരിച്ചതെന്ന് സംശയിച്ച അത് നിങ്ങളുടെ ചേട്ടനെ തന്നെ സംശയിക്കുന്നത് പോലെയാ. നിങ്ങളിങ്ങനെ സംശയിച്ചു നിന്ന മറ്റാരുടെയൊക്കെയോ കൂടെ കൂടി നിങ്ങളും നിങ്ങളുടെ ചേട്ടന്റെ ആത്മാവിനെ കൊല്ലുന്ന പോലെയാവും. നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ ചേട്ടൻ ശരിക്കും ഒരു നല്ല മനുഷ്യനായിരുന്നു. വലിയ ആളുകള് മരിച്ചു പോയതിനു ശേഷവും എല്ലാവരുടെ മനസ്സിലും അവരുടെ ഓർമ്മകളിലും ഒരുപാട് വർഷം അവര് ജീവിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ ചേട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടാനായിട്ട് പ്രാർത്ഥിക്ക. ഇയാളിങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ഇയാളുടെ ഏട്ടത്തെയും മുത്തശ്ശിയും അച്ഛനെയൊക്കെ ആരാ സമാധാനിപ്പിക്കുക? അവർക്കൊക്കെ ധൈര്യം കൊടുക്കേണ്ടത് ഇയാളല്ലേ? എന്ത് ധൈര്യം അർജുൻ കൊടുക്കാൻ പറയുന്നത്? ഇന്നലെ വരെ എന്റെ ഏട്ടൻ തിരിച്ചു വരുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ വരുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. നാളെ വന്നില്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് പ്രതീക്ഷിച്ച ഇപ്പൊ ധൈര്യമായി നിൽക്കേണ്ടത് അർജുൻ?